സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര അനുവദിച്ചതോടെ തകരാൻ പോകുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയാണ്. സമരം പോലും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു മേഖല തകർന്നു പോകുന്നു. പരിണിതഫലം ഒരുപാട് മരണങ്ങളായിരിക്കുമെന്നാണ് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത്. 30,000-ഓളം തൊഴിലാളികളുടെയും ആയിരക്കണക്കിന് ബസ് ഉടമകളുടെയും ജീവിതം വഴിമുട്ടിച്ചുകൊണ്ട് കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസുകൾ കൂട്ടത്തോടെ ഇല്ലാതാകാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ 4,000-ഓളം ബസ്സുകളാണ് സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കാൻ അപേക്ഷ നൽകുന്നത്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ പ്രധാനമായ ഒരു പങ്കാണ് സ്വകാര്യ ബസ്സുകൾക്കുള്ളത്. ഇപ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സമരം ചെയ്യാൻ പോലും ആകാതെയാണ് സ്വകാര്യ ബസ്സുകൾ ഒന്നടങ്കം കീഴടങ്ങുന്നത്. KSRTC ബസ്സുകളിൽ സർക്കാർ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം പ്രഖ്യാപിച്ചതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രതിദിനം 50 മുതൽ 100 വരെ ബസ് സർവീസുകളാണ് സംസ്ഥാനത്ത് നിലച്ചു പോകുന്നതെന്നും ഗോപിനാഥൻ പറയുന്നു. സംസ്ഥാനത്ത് ആകെ 11,936 സ്വകാര്യ ബസ്സുകളുണ്ട്. ബസ്സുകൾ കൂടുതൽ ഉള്ള ഉടമകൾ തങ്ങളുടെ 3 മുതൽ 8 ബസ്സുകൾ വരെ ഇതിനകം റോഡിൽ നിന്നും പിൻവലിച്ചു കഴിഞ്ഞു. ഈ കണക്കിൽ മാത്രം ഏകദേശം 800-ഓളം ബസ്സുകൾ സർവീസ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ നാളെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 4,000-ഓളം ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പിന് ഫോം നൽകി സർവീസ് താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിനായി ഗതാഗത മന്ത്രിയോ സർക്കാരോ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അതിനുള്ള റീഫണ്ട് തുക സർക്കാർ ഞങ്ങൾക്ക് നൽകണം. അതിനായി പ്രത്യേക പാക്കേജ് രൂപീകരിക്കണം. KSRTCയിലുള്ള സ്ത്രീ സൗജന്യം കേരളത്തിലുടനീളം എല്ലാ ബസ്സുകളിലും നടപ്പിലാക്കുമ്പോഴാണ് യഥാർത്ഥ സമത്വം ഉണ്ടാകുന്നതെന്നും ഗോപിനാഥൻ പറയുന്നു. സ്വകാര്യ ബസ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന 30,000-ലധികം തൊഴിലാളികളുടെ ജീവിതവും ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇതിൽ ഭൂരിഭാഗം ആളുകളും 45 മുതൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ്. മറ്റൊരു തൊഴിലും പരിചയമില്ലാത്ത ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുൻകാലങ്ങളിൽ കൂലി വർദ്ധിപ്പിക്കുന്നതിനായി ഉടമകൾക്കെതിരെ സമരം ചെയ്തിരുന്ന അതേ തൊഴിലാളികൾ ഇന്ന് ആ ഉടമകളുടെ കടബാധ്യത നേരിൽ കണ്ട് പകച്ചു നിൽക്കുകയാണ്. 2010 മുന്നേ കേരളത്തിൽ 35,000-ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സ്ഥാനത്താണ് ഇന്ന് ആ എണ്ണം 10,000-ലേക്ക് ചുരുങ്ങുന്നത്. ഇന്ധന വിലവർദ്ധനവ്, റോഡ് നികുതി, വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം മൂലമുള്ള പ്രശ്നങ്ങൾ, സർക്കാരിന്റെ നയങ്ങൾ എന്നിവയാണ് ഈ തകർച്ചയ്ക്ക് കാരണം എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ റോഡുകൾ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം മൂലം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല പല ജീവനക്കാരും അസൽ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. നടന്നു പോകുന്നവനും ബൈക്കിൽ പോകുന്നവനും ഒക്കെ ചത്താലും ഞങ്ങൾ ടൈമിന് വണ്ടി ഓടിച്ചെത്തിക്കും എന്ന ഒരു ദുഷിച്ച മനസ്ഥിതിയാണ് പലർക്കുമുള്ളത്. സ്വകാര്യ ബസ്സുകളുടെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയിൽ അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ അവരെ പരിഹസിക്കുകയാണ്. അത് അവർ അർഹിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു തൊഴിൽ മേഖല പാടെ തകരുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് സ്വകാര്യ ബസ് സർവീസുകൾ. നഷ്ടം വരുന്നത് മുഴുവൻ മലയാളി ജീവനക്കാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് ന്യായമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്.